ಗಡಿಭಾಗದ ಮಂಜೇಶ್ವರದ ಪೊಸೋಟು ಹೊಳೆ ಇದೀಗ ಕಸದ ತೊಟ್ಟಿಯಾಗಿ ಮಾರ್ಪಟ್ಟಿದ್ದು ಸಾರ್ವಜನಿಕರ ಆರೋಗ್ಯದ ಮೇಲೆ ತೀವ್ರ ಆತಂಕ ಮೂಡಿಸಿದೆ. ಜನಸಂದಣಿ ಇಲ್ಲದ ಸಮಯ ನೋಡಿ ಸೇಫ್ಟಿ ಟ್ಯಾಂಕ್ಗಳಿಂದ ಸಂಗ್ರಹಿಸಿದ ಕಕ್ಕುಸ್ ಮಾಲಿನ್ಯ ಅಂದರೆ ಮಲತ್ಯಾಜ್ಯವನ್ನ ಟ್ಯಾಂಕರ್ಗಳ ಮೂಲಕ ತಂದು ನೇರವಾಗಿ ಹೊಳೆಗೆ ಸುರಿಯಲಾಗುತ್ತಿದೆ ಎಂಬ ಗಂಭೀರ ಆರೋಪಗಳು ಕೇಳಿಬಂದಿದೆ. ಕೇವಲ ಮಲತ್ಯಾಜ್ಯ ಮಾತ್ರವಲ್ಲದೆ ಕೋಳಿ ಮತ್ತು ದನದ ಮಾಂಸದ ತ್ಯಾಜ್ಯಗಳನ್ನು ಕೂಡ ಇಲ್ಲಿ ಎಸೆಯಲಾಗುತ್ತಿದೆ. ಇದರಿಂದಾಗಿ ಇಡೀ ಪರಿಸರ ದುರ್ನಾತದಿಂದ ಕೂಡಿದ್ದು ಈ ಭಾಗದ ಸುಮಾರು 60ಕ್ಕೂ ಹೆಚ್ಚು ಕುಟುಂಬಗಳು ಸಾಂಕ್ರಾಮಿಕ ರೋಗದ ಭೀತಿಯನ್ನು ಎದುರಿಸುತ್ತಿದ್ದಾರೆ. ಹೊಳೆಯ ನೀರು ಸಂಪೂರ್ಣ ಕಲುಷಿತಗೊಂಡಿದ್ದು ಈ ಮಲಿನ ನೀರು ಇದೀಗ ಸುತ್ತಮುತ್ತಲಿನ ಮನೆಗಳ ಬಾವಿ ನೀರಿಗೂ ಸೇರುತ್ತಿದೆ. ಇದರಿಂದ ಕುಡಿಯುವ ನೀರಿಗೂ ಹಾಹಾಕಾರ ಉಂಟಾಗಿದೆ. ನೀರಿನ ವಿಷಕಾರಿ ಅಂಶದಿಂದಾಗಿ ಹೊಳೆಯಲ್ಲಿರುವ ಮೀನುಗಳು ಮತ್ತು ಇತರ ಜಲಚರಗಳು ಸತ್ತು ತೇಲುತ್ತಿರುವುದು ಪರಿಸರದ ಭೀಕರತೆಗೆ ಸಾಕ್ಷಿಯಾಗಿದೆ. ಸ್ಥಳೀಯ ನಿವಾಸಿಗಳ ಆರೋಪದಂತೆ ಕೇವಲ ಸ್ಥಳೀಯವಲ್ಲದೆ ನೆರೆಯ ಕರ್ನಾಟಕ ಭಾಗದಿಂದಲೂ ಟ್ಯಾಂಕರ್ಗಳಲ್ಲಿ ಮಲತ್ಯಾಜ್ಯವನ್ನು ತಂದು ಇಲ್ಲಿನ ಹೊಳೆಗೆ ಸುರಿಯಲಾಗುತ್ತಿದೆ. ರಾತ್ರೋರಾತ್ರಿ ನಡೆಯುವ ಈ ಕೃತ್ಯದ ವಿರುದ್ಧ ಯಾರೂ ಕ್ರಮ ಕೈಗೊಳ್ಳುತ್ತಿಲ್ಲ ಎಂಬ ಆಕ್ರೋಶ ಸಾರ್ವಜನಿಕರಲ್ಲಿ ಮನೆ ಮಾಡಿದೆ. ನಮ್ಮ ಬದುಕು ನರಕವಾಗುತ್ತಿದೆ, ಅಧಿಕಾರಿಗಳು ಮೌನ ವಹಿಸಿದರೆ ನಮಗೆ ಯಾರಿದ್ದಾರೆ ಎಂದು ಸ್ಥಳೀಯ ನಿವಾಸಿಗಳು ಅಳಲು ತೋಡಿಕೊಂಡಿದ್ದಾರೆ. ಈ ಬಗ್ಗೆ ಈಗಾಗಲೇ ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ಗೆ ದೂರು ಸಲ್ಲಿಕೆಯಾಗಿದೆ. ಘಟನೆಯ ತೀವ್ರತೆಯನ್ನು ಪರಿಗಣಿಸಿರುವ ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಬಶೀರ್ ಕನಿಲ ವಿಷಯವನ್ನು ಕೂಡಲೇ ಜಿಲ್ಲಾಧಿಕಾರಿಯವರ ಗಮನಕ್ಕೆ ತರಲಾಗುವುದೆಂದು ಹೇಳುವುದರ ಜೊತೆಗೆ ಮಾಲಿನ್ಯಕಾರರನ್ನ ಪತ್ತೆ ಹಚ್ಚಲು ಮತ್ತು ಕಾನೂನು ಬಾಹಿರ ಚಟುವಟಿಕೆಯನ್ನು ತಡೆಯಲು ಹೊಳೆಯ ಆಯಕಟ್ಟಿನ ಜಾಗಗಳಲ್ಲಿ ತಕ್ಷಣವೇ ಸಿಸಿ ಕ್ಯಾಮೆರಾ ಅಳವಡಿಸಲು ಕ್ರಮ ಕೈಗೊಳ್ಳಲಾಗುವುದು ಹಾಗೂ ಪರಿಸರ ಮಾಲಿನ್ಯ ಮಾಡುವವರ ವಿರುದ್ಧ ಯಾವುದೇ ಮುಲಾಜಿಲ್ಲದೆ ಕಠಿಣ ಕಾನೂನು ಕ್ರಮವನ್ನು ಜರುಗಿಸಲಾಗುವುದು ಎಂದು ತಿಳಿಸಿದ್ದಾರೆ. ಪರಿಸರವಾದಿಗಳು ಮತ್ತು ನಾಗರಿಕರು ಈ ಕೂಡಲೇ ಜಿಲ್ಲಾಡಳಿತ ಮಧ್ಯಪ್ರವೇಶಿಸಿ പൊസോട്ടു ಹೊಳೆಯನ್ನ ಉಳಿಸಿಕೊಡಬೇಕೆಂದು ಒತ್ತಾಯಿಸಿದ್ದಾರೆ. 60 വീടുണ്ട്. ആ വീട്ടിലേക്ക് നമുക്കിപ്പോൾ താമസിക്കാൻ പറ്റുന്നില്ല. കിണറിൻ്റെ വെള്ളം മലിനമായിട്ടുണ്ട്. ഇവിടെ ഈ ചങ്കത്തിനടിയിൽ വേസ്റ്റ് പശുവിൻ്റെ പിന്നെ പോത്തിൻ്റെ കുടൽമാല ഈ ചീഞ്ഞ ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇതാക്കുന്നുണ്ട്. അതിന് നായി പറിച്ചു കൊണ്ടുപോയിട്ട് കിണറ്റിലേക്ക് ഇടുന്നുണ്ട്, കാക്ക ഒത്തിരി കിണറ്റിലേക്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിലും വെള്ളം അത് മലിനമായിട്ടുണ്ട്. ഈ കച്ചറ ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് വേസ്റ്റ് ആക്കുന്നുണ്ട്. ഇവിടുത്തെ 60 വീട്ടുകാർക്ക് മക്കൾ നടന്നു പോകാൻ പറ്റുന്നില്ല, ആരും നടന്നു പറ്റില്ല ഇതിൻ്റെ ബാഡ് സ്മെല്ലിൽ. പിന്നെ ഇനി ഇതിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഈ 10-60 വീടുകാരെ ആരോഗ്യം നില ഗുരുതരമാവും. അപ്പം പിന്നെ സർക്കാർ ഉത്തരവാദിത്തം. അപ്പം ഇത് ഞങ്ങൾ പല ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇതിന് ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ 10-60 വീട്ടുകാർക്ക് ഒരു നിലയില്ലാണ്ടാവും. അത് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും ഇടുന്ന കണ്ടാൽ ഞങ്ങൾ അവിടുത്തെ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ തംസപ്പ് ആക്കിയിട്ട് അവർ പോകും. ടോയ്ലറ്റിൻ്റെ വെള്ളം എല്ലാം കൊടുന്നിട്ട് ടാങ്കറിൽ കൊടുന്നിട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇത് പോത്തിൻ്റെ എല്ലാം വേസ്റ്റ് കൊടുന്നിട്ടിടുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ല. വെള്ളമെല്ലാം മലിനമായിട്ടുണ്ട്, ഫുള്ള് കറുപ്പ് നിറമായിട്ട്. പിന്നെ നായകളും എല്ലാം വന്നിട്ട് ഇവിടെ വലിച്ച് കീറുന്നുണ്ട്. ഇവിടെ കുട്ടികളും പ്രായമായവരും എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാൻ ഇപ്പോൾ പേടിയാണ്. കിണറ്റിൻ്റെ വെള്ളം കുടിക്കാൻ കിണറ്റിലേക്ക് ഇത് വന്നിനാ എന്തെന്ന് എനിക്കറിയില്ല. എനിക്ക് കിണറിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടാണോ 2 ദിവസത്തിന് മുമ്പ് പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ പൊസോട്ട് പാലത്തിനടിയിൽ ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തുകയും ആ പാലത്തിനടിയിലുള്ള ജലം വൃത്തിഹീനമായ സാഹചര്യമാണ് കണ്ടെത്താൻ സാധിച്ചത്. അത് കഴിവതും കൂടുതലും കക്കൂസ് മാലിന്യങ്ങൾ അവിടെ ഡംപ് ചെയ്യുന്ന ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വരും കാലങ്ങളിൽ ശക്തമായ നടപടി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ നൈറ്റ് സർവേകൾ നൈറ്റിൽ ഞങ്ങൾ സ്ക്വാഡായിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ. അപ്പോൾ മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ എല്ലാ ഏരിയകളിലും. ರೆಹಮಾನ್ ಉದ್ಯಾವರ V4 ನ್ಯೂಸ್ ಮಂಜೇಶ್ವರ.